ഈ മെച്ചം നമ്മുടെ ഗെയിമിലേക്ക് പുതിയ ബഗ്ഗി കാറ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ ബഗ്ഗി കാറ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എടുക്കുന്നത്, ഇതിൻ്റെ ഷിപ്പ് കോഡും കാര്യങ്ങളും എന്താണെന്ന് ഈ വീഡിയോ കൂടെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അതുപോലെ നമ്മുടെ ഗെയിമിലേക്ക് GTA 5 സിറ്റി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് കുറേ പേർക്ക് എടുക്കാൻ പറ്റുന്നില്ലെന്ന് പറയുന്നുണ്ടായിരുന്നു. GTA 5 സിറ്റി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എളുപ്പത്തിന് എടുക്കാൻ പറ്റുന്ന രീതിയും കൂടെ ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ വീഡിയോ ഫുള്ള് വാച്ച് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ആദ്യം തന്നെ നമ്മുടെ ഗെയിമിലേക്ക് പുതിയ ബഗ്ഗി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതെന്തൊക്കെയാണ് നമുക്ക് നോക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ വന്ന അപ്ഡേറ്റിനകത്തോടെ കുറച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, കുറച്ച് വെഹിക്കിൾസും കാര്യങ്ങളും. അപ്പോൾ അത് ഇതൊക്കെയാണ് നമുക്ക് ഓരോന്നോരോട്ട് നോക്കാവുന്നതാണ്. ആദ്യം തന്നെ ഇന്നോവ കാറും കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതെന്ന് വെച്ചാൽ നമുക്കാണെങ്കിൽ ലംബോർഗിനി കാറും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മളിവിടെ 3333 കോൾ ചെയ്ത് ലംബോർഗിനി കാറും കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളാണെങ്കിൽ ലംബോർഗിനി കാറും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 4000 അടിക്കുമ്പോൾ നമുക്കാണെങ്കിൽ മെക്ലാറിൻ കാറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫോണിൻ്റെ അകത്ത് RGS മെനു എടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് പോർഷെ കാറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ കുറേ പേർക്ക് പോർഷെ കാറും കാര്യങ്ങളൊക്കെ കിട്ടുന്നില്ലെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ പോർഷെ കാറും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ലിങ്കും കാര്യങ്ങളും ഞാൻ പുതിയതായിട്ട് ഇന്ന് ഇടുന്നതായിരിക്കും. എടുക്കുന്ന രീതി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നുണ്ട്. അറിയത്തില്ലെങ്കിൽ ഞാനൊന്ന് പറഞ്ഞു തരാവുന്നതാണ്, ജസ്റ്റ് സാമ്പിളായിട്ട് പറഞ്ഞു തരാവുന്നതാണ്. അതൊന്ന് കേൾക്കുക നിങ്ങൾ. ആദ്യം തന്നെ പോർഷയുടെ ലിങ്കും കാര്യങ്ങളും നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുത്തേക്കാം. അവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡിങ്ങിനുള്ള ഓപ്ഷനും കാര്യങ്ങളും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അവിടെ നിന്നുള്ള ഡൗൺലോഡും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡും കാര്യങ്ങളൊക്കെ ആകുന്നതായിരിക്കും. ഇതിന് ശേഷം നിങ്ങളാണെങ്കിൽ നേരെ നിങ്ങളുടെ ഗെയിമിലേക്ക് വരേണ്ടതാണ്. ഗെയിമിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങളുടെ ലിങ്കും കാര്യങ്ങളും ഫയലും കാര്യങ്ങളൊക്കെ എവിടെയാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തതെന്ന് നോക്കേണ്ടതാണ്. അതിനുശേഷം നിങ്ങൾ ഗെയിമിൽ വന്നതിന് ശേഷം നിങ്ങൾ നേരെയാണെങ്കിൽ RGS മെനു കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം ലോഡ് കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതാണ്. എടുത്തതിന് ശേഷം ലോഡ് കാര്യങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ നേരെയാണെങ്കിൽ നിങ്ങളുടെ ഫയലും കാര്യങ്ങളും എവിടെ കിടക്കുന്നത് വെച്ചാൽ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ സെലക്ട് കൊടുക്കുമ്പോഴത്തേക്കും ലോഡും കാര്യങ്ങളൊക്കെ ആവുന്നതായിരിക്കും. ലോഡായതിനു ശേഷം നിങ്ങൾ ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ പോർഷെ കാറും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി കാണിക്കുമായിരിക്കും. അപ്പം അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോർഷെ കാറും കാര്യങ്ങളൊക്കെ ആകുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അങ്ങനെ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് പുതിയ ബഗ്ഗി കാറുകളൊക്കെ വന്നിട്ടുണ്ട്, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാണ്. അതേ മെത്തേഡ് തന്നെയാണ് നമ്മുടെ പോർഷയും GTA 5 കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ അതെന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുള്ളായിട്ട് വാച്ച് ചെയ്യാനും കാര്യങ്ങളൊക്കെ ശ്രമിക്കുന്നതാണ്. നമ്മുടെ RGS മെനു വഴി വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു ലിങ്കും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നത്, നമ്മുടെ ബഗ്ഗി കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനുവേണ്ടി ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കയറിയിട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങൾ ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒരു 5-10 സെക്കൻഡ് വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡും കാര്യങ്ങളൊക്കെ ആവുന്നതായിരിക്കും. ഉടനെ തന്നെ ഡൗൺലോഡ് ആവുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് ഡൗൺലോഡും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇനി ഞാൻ നേരെ ആണെങ്കിൽ ഫോൾഡറും കാര്യങ്ങൾ എവിടെ ആണെന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഞാൻ നെറ്റ് ഓഫ് ചെയ്ത് അതിന് ഗെയിമിനകത്തോട്ട് കയറിയിട്ടുണ്ട്. ഗെയിമിനകത്ത് കയറിയതിന് ശേഷം നമുക്കാണെങ്കിൽ നേരെ പ്ലേയും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതാണ്. പ്ലേ കൊടുത്തതിന് ശേഷം നമ്മൾ ഗെയിമിൻ്റെ അകത്ത് എൻ്റർ ആവുന്നതായിരിക്കും. ബാക്കി പരിപാടി കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്താണ് ചെയ്യാനുള്ളത്. അപ്പോൾ മറ്റേ നമ്മൾ ഗെയിമിൻ്റെ അകത്ത് എൻ്റർ ആയിട്ടുണ്ട്. ഇനി ഗെയിമിൻ്റെ അകത്ത് നിന്ന് നമ്മൾ വീടിൻ്റെ പുറത്തിറങ്ങിയിട്ടാണ്, ഈ വീടിൻ്റെ പുറത്തിറങ്ങിയതിന് ശേഷമാണ് നമ്മൾ ഫോണിൽ വെച്ച് ബാക്കി പരിപാടി കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ ഞാനാണെങ്കിൽ RGS മെനു കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. RGS മെനുവിൻ്റെ നമുക്ക് ലോഡ് എന്ന് പറയുന്ന ഓപ്ഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ആ ലോഡിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. ലോഡിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യേണ്ടതാണ്. താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ തന്നെ നമുക്കാണ് ഈ ബഗ്ഗി എന്ന് പറയുന്ന ഒരു ഫയലും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഏതിനകത്താണ് ഫയലും കാര്യങ്ങളൊക്കെ കിടക്കുന്നത് നിങ്ങൾ നോക്കേണ്ടതാണ്. എൻ്റെ ആണെങ്കിൽ ഈ ഫോണിൻ്റെ ഫയലിൽ തന്നെ കിടക്കുന്നുണ്ടാണ് ഞാൻ ബഗ്ഗി പെട്ടെന്ന് തന്നെ എടുത്തത്. അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും സേഫായിട്ട് കൊണ്ടുവിടാൻ ശ്രമിക്കേണ്ടതാണ്. ലിങ്കും കാര്യങ്ങളൊക്കെ ഫയലും കാര്യങ്ങളൊക്കെ എന്നാലും വർക്കും കാര്യങ്ങളാകത്തുള്ളൂ. അപ്പോൾ എൻ്റെ ഗെയിമിലോട്ട് ഇത് വന്നിട്ടുണ്ട്. ഇനി ഇവിടെ ആണെങ്കിൽ കാണിക്കുന്നില്ല, പേരും കാര്യങ്ങളൊന്നും കാണിക്കത്തില്ലാത്തതിൻ്റെ പ്രശ്നം നമ്മൾ ഉടനെ സോൾവ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. അത് വേറൊന്നും കൊണ്ടല്ല, നമുക്കൊന്ന് ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ബഗ്ഗി എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ കാര്യങ്ങളും കാണുന്നതായിരിക്കും. അതുപോലെ തന്നെ GTA 5 നമ്മൾ ഇതേ സെയിം മെത്തേഡ് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേ ചെയ്തതിന് ശേഷം നമ്മളൊന്ന് ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. ആദ്യം ബഗ്ഗി ലോഡ് ചെയ്തു, അതിനുശേഷം നമ്മൾ GTA 5 ലോഡ് ചെയ്തു. ഇനി നമുക്ക് നേരെ ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. ഗെയിം റീസ്റ്റാർട്ട് ചെയ്ത് വരുമ്പോൾ തന്നെ നമ്മുടെ ഫോണിൻ്റെ അകത്തോട്ട് നമ്മുടെ ഫോണിൽ നമ്മുടെ GTA 5 ബഗ്ഗിയും വന്ന് കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ആഡായി ഓപ്ഷൻ കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ, GTA 5 ബഗ്ഗിയും ആഡ് ആയിട്ടുണ്ട്. അതിൽ ബഗ്ഗി ക്ലിക്ക് ചെയ്താൽ നമുക്ക് ബഗ്ഗി കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഗെയിമിൻ്റെ അകത്തോട്ട് സ്പോണും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട്. ഇഷ്ടംപോലെ പെട്ടെന്ന് നമുക്ക് സ്പോണും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം എല്ലാവരും പെട്ടെന്ന് തന്നെ എടുക്കാൻ ശ്രമിക്കേണ്ടതാണ്. കാരണം ഇതിനൊക്കെ ചെറിയ ലിമിറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ലിമിറ്റ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറേ പേർക്ക് എടുക്കാൻ ശ്രമിച്ചാൽ പോലും കിട്ടത്തില്ല. അപ്പം എല്ലാവരും സ്കൂളിലും വർക്കിനൊക്കെ പോയിട്ട് തിരിച്ച് വരുമ്പോൾ വൈകുന്നേരമൊക്കെ. അപ്പോൾ വൈകുന്നേരം എല്ലാവർക്കും കിട്ടുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ കമൻറ്റ് കാര്യങ്ങളൊക്കെ കിട്ടിയെന്നുണ്ടെന്ന് ചെയ്യേണ്ടതാണ്. കിട്ടാത്തവർ എന്താണ് റീസണും കൂടെ, അതൊരു എന്താണ് കിട്ടാത്തതിൻ്റെ പേരും കൂടെ ഉൾപ്പെടുത്തി നിങ്ങളൊന്ന് പറയുവാണെങ്കിൽ നമ്മൾ അതിനുള്ള റിപ്ലൈയും കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും. അല്ല കിട്ടുന്നില്ല, നിങ്ങൾ ഉടായിപ്പാണ്, നിങ്ങൾ ചുമ്മാ പറയുന്നതാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇനി ഒരു റിപ്ലൈ പോലും ഞാൻ തരത്തില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്.
ഇന്നലെ തന്നെ കുറേ പേരുടെ കണ്ട് അവന്മാർക്ക് എല്ലായിടത്തും ഞാൻ നല്ല പ്രോപ്പറായിട്ടുള്ള റിപ്ലൈയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ചിലവന്മാർക്ക് കിട്ടുന്നില്ല, ചിലവന്മാർ ഉടായ്പാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവന്മാർക്കുള്ള ഞാൻ റിപ്ലൈയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി അവർ തന്നെ ഒരു 10 വട്ടമായിരിക്കും ഒരേ കമൻസ് കാര്യങ്ങളൊക്കെ ഇടുന്നത്. ആ 10 വട്ടം ഞാൻ റിപ്ലൈ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. റിപ്ലൈ കൊടുത്തിട്ട് പോലും അവർക്ക് തന്നെ ഒരു റെസ്പോൺസും കാര്യങ്ങളില്ല. അവൾ പിന്നെയും അവർ തന്നെ ഇത് ഇട്ടുകൊണ്ടിരിക്കുവാണെങ്കിൽ ഞാൻ പിന്നെ മൈൻഡും കാര്യങ്ങളും ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് എന്താണ് ആഡ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ പേരെന്തുവാന്ന് വെച്ചാൽ അതും കൂടെ കമൻറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടാനുള്ളത് എന്താണോ അതുകൂടെ കമൻറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ എന്താണ് കിട്ടാത്തതിൻ്റെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താണ് കിട്ടാത്തതിൻ്റെ റീസൺ അവിടെ കാണുമല്ലോ. അപ്പം എന്തെങ്കിലും കാണുമല്ലോ. അപ്പോൾ ആ റീസണും കൂടെ പറയുവാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് റിപ്ലൈ കാര്യങ്ങൾ തരുന്നതായിരിക്കും. പിന്നെ ചിലവരുടെ ഫോണിൽ നമ്മുടെ GTA 5 കാര്യങ്ങൾ സപ്പോർട്ട് ആവാതെ പോകുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ GTA 5 ഇവിടെ എൻട്രി വന്നിട്ട് പെട്ടെന്ന് തന്നെ കിക്കൗട്ടായി പോകുന്നത്. വേറൊന്നും കൊണ്ടല്ല, നിങ്ങളുടെ ഫോണിൻ്റെ ഇതിൻ്റെ ഒരു കംപ്രസീവ് ഫയലും കാര്യങ്ങളും എല്ലാം നമുക്കിപ്പോൾ കിട്ടിയിരിക്കും. നമ്മുടെ GTA 5 കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് അന്നേ ചോദിച്ചായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഈ പകുതിയോളം മതിയോ അത് മുഴുവനായിട്ട് കംപ്ലീറ്റ് ആയിട്ട് മതിയോ എന്ന് കുറേ പേരോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം കമൻറ്റ് കാര്യങ്ങളിട്ട് അത്രയും മതിയും അത്രയുമോളം ഇട്ടത് മതി അത് മതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിങ്ങൾ കമൻറ്റ് കാര്യങ്ങളിട്ടത്. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് അത്ര ഇട്ടത്. അപ്പോൾ അതുകൊണ്ട് കംപ്രസീവ് ആയിട്ടില്ല. ഇനി കംപ്രസീവ് ആകുന്ന ഫയലും കാര്യങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് അപ്ഡേറ്റിലേക്ക് കിട്ടത്തുള്ളൂ. നെക്സ്റ്റ് അപ്ഡേറ്റിലേക്ക് ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഒരുവിധം പൂർത്തിയാക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടാത്തവർ ഒരു വട്ടം കൂടി ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിലിട്ടേക്കാം. അവിടെ നിങ്ങൾക്ക് കയറി ട്രൈ ചെയ്ത് നോക്കാമെന്നാണ്. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ഇനിയും വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് അപ്ഡേറ്റ് വരെ വെയിറ്റ് ചെയ്യുക. ഇനി നെക്സ്റ്റ് അപ്ഡേറ്റ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത മാസത്തേക്കേ ഉള്ളൂ നെക്സ്റ്റ് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ. അതിപ്പോൾ ബഗ് ആവട്ടെ എന്ത് ഇഷ്യൂ ആവട്ടെ അത് ഇനി മാറണമെങ്കിൽ തന്നെ ഇനി നിങ്ങൾക്ക് നെക്സ്റ്റ് അപ്ഡേറ്റ് വരണം. നെക്സ്റ്റ് അപ്ഡേറ്റിനും നെക്സ്റ്റ് മന്തേ ഉള്ളൂ. അതുവരെ ഇനി കിട്ടാനുള്ളവരെന്ന് വെച്ചാൽ അവർക്കുള്ള മെത്തേഡും കാര്യങ്ങളും വെച്ചാൽ ലിങ്കും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട്. മര്യാദയ്ക്ക് പോയി ഡൗൺലോഡ് ചെയ്യുക, പഴയതെല്ലാം എടുത്ത് കളയുക. അപ്പോൾ കുറേ പേർക്ക് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. നമ്മുടെ ഫോണിൻ്റെ അകത്ത് ഓൾറെഡി GTA 5 പേര് കിടപ്പുണ്ട് RGS മെനുവിനകത്ത്. അതെങ്ങനെ കളയുന്ന കുറേ പേർക്ക് ഡൗട്ട്സും കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ അത് ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അത് ക്ലിയർ ചെയ്തിട്ട് എങ്ങനെയാണ് വർക്കും കാര്യങ്ങളും ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരുന്നതാണ്. ആദ്യം തന്നെ നിങ്ങളുടെ ഗെയിം അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് റീഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. ഞാനിവിടെ അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് റീഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഗെയിമും കാര്യങ്ങളൊക്കെ. അപ്പോൾ റീഇൻസ്റ്റാൾ ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനത്തെ ഒരു ആഡും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ ആഡ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്, അല്ലെങ്കിൽ നെറ്റും കാര്യങ്ങൾ ഓഫ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഞാനിവിടെ അൺഇൻസ്റ്റാൾ ചെയ്ത് റീഇൻസ്റ്റാൾ ചെയ്തപ്പോഴത്തേക്ക് എനിക്കാണെങ്കിൽ ഇവിടെ RGS മെനുവിൻ്റെ ഒരു ഐറ്റംസും കാര്യങ്ങളും ഒന്നും കാണിക്കുന്നത് എല്ലാം ഫ്രഷ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇനി ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കാണിച്ചു തരുന്നതാണ്. അപ്പം നിങ്ങൾക്ക് അത് വിശ്വാസം വരാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ RGS ലോഡ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ലോഡ് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ലോഡ് ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴോട്ട് പോയിട്ട് ശേഷം പോർഷെ എന്ന് പറയുന്നൊരു ലിങ്കും കാര്യങ്ങളും ഞാൻ ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ എനിക്കിവിടെ വന്നിട്ടുണ്ട്. പോർഷയും കാര്യങ്ങളും വന്ന്, പക്ഷേ ഇതിനകത്ത് ലോഡായില്ല. അത് ഞാൻ കാണിച്ചു തരുന്നതാണ്. അതിലൂടെ തന്നെ ഞാനിവിടെ GTA 5 സിറ്റിയും കാര്യങ്ങളും ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിവിടെ RGS മെനു ഡൺ എന്ന് പറഞ്ഞ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പം GTA 5 ആഡ് ചെയ്യുമ്പം ഇങ്ങനൊരു ഡൺ കാണിച്ചാൽ നമുക്ക് ബാക്കി പരിപാടി കാര്യങ്ങളേ ഉള്ളൂ. ഇനി ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുവാണ്. ഞാൻ ഗെയിം റീസ്റ്റാർട്ട് ചെയ്തല്ല നമ്മൾ RGS മെനുവിനകത്ത് ഓരോ പേരും കാര്യങ്ങളും കാണിക്കത്തുള്ളൂ. ഞാനത് നെറ്റും കാര്യങ്ങൾ ഓഫ് ചെയ്തെന്ന് വെച്ചാൽ പിന്നെയും ഒരു ആഡ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നെറ്റും കാര്യങ്ങൾ ഓഫ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഗെയിമിൻ്റെ അകത്ത് കയറുന്നുണ്ട്. ഗെയിമിൻ്റെ അകത്ത് എൻ്റർ ആയിട്ടുണ്ട്. അപ്പോൾ ഗെയിമിൻ്റെ അകത്ത് എൻ്റർ ആയതിനു ശേഷം ഞാൻ വീടിൻ്റെ പുറത്തോട്ട് ഇറങ്ങുവാണ്. വീടിൻ്റെ പുറത്തോട്ട് ഇറങ്ങിയിട്ടാണ് ഞാൻ ഇനിയും ഫോണും കാര്യങ്ങളെടുത്ത് RGS മെനു കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പം ഞാൻ ഇനി വീടിൻ്റെ പുറത്ത് വന്ന് കുറച്ചുകൂടി നീങ്ങിയിട്ടാണ് RGS മെനു എടുത്ത് പോർഷയും വന്നിട്ടുണ്ട്, GTA 5 വന്നിട്ടുണ്ട്. ഇനി ആ GTA 5 സിറ്റിയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എത്ര സെക്കൻഡ്സ് പോകുന്നത്. അപ്പോൾ ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം ആണെങ്കിൽ പിന്നെ സ്റ്റക്കായതിനു ശേഷം ഇവിടെ പെട്ടെന്ന് നോക്കുമ്പോൾ പ്ലീസ് വെയിറ്റ് എന്ന് പറഞ്ഞിട്ട് RGS മെനു ഇട്ടാണെന്ന് പറഞ്ഞ് കാണിച്ചു. വീണ്ടും ഞാൻ ആ സിറ്റി കയറിയപ്പം. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ GTA 5 സിറ്റിയിലോട്ടും പോർഷെ കിട്ടാനും വേണ്ടിയിട്ടുള്ള മാർഗ്ഗം കാര്യങ്ങൾ ഇതാണ്. ഗെയിം ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്യുക, റീഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മുടെ തരുന്ന ഫയലും കാര്യങ്ങളും ഡൗൺലോഡ് ചെയ്യുക. പഴയ ഫയൽസ് എല്ലാം നിങ്ങൾ കളയണം. പഴയ ഫയൽ ഇപ്പോൾ ഇത്രയും നാളും എടുത്ത ഫയൽസും കാര്യങ്ങളെല്ലാം കളഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ പുതിയ ഫയൽസും കാര്യങ്ങളും എടുക്കേണ്ടതാണ്. പുതിയ ഫയൽസ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം അത് നിങ്ങൾ ആഡ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ഗെയിം ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് റീഇൻസ്റ്റാൾ ചെയ്യേണ്ടതാണ്. റീഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ പുതിയ ഫയലും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യുള്ളൂ. എന്നാലത് വർക്കും കാര്യങ്ങളൊക്കെ ആകത്തുള്ളൂ. അപ്പോൾ കുറേ പേര് എന്നോട് കമൻസും കാര്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണത് ചെയ്യുന്നത്, എങ്ങനെയാണത് വർക്കാവുന്നതെന്നൊക്കെ കുറേ പേര് എന്നോട് കമൻറ്റ് ചോദിച്ചിട്ടുണ്ട്. ഇതിനകത്ത് തന്നെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടിട്ടും കാണാത്ത രീതിയിൽ വന്ന് എന്നോട് കമൻറ്റും കാര്യമായിട്ട് ഇടരുത്. കമൻറ്റ്സ് ഞാൻ വായിച്ചിട്ട് ഞാൻ പോകത്തേ ഉള്ളൂ. ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ കാര്യങ്ങൾ തരത്തില്ല. പ്രോപ്പറായിട്ടുള്ള റിപ്ലൈയും കാര്യങ്ങളും അതിനുള്ള വീഡിയോ ഉൾപ്പെടെ ഞാൻ ഇതിനകത്ത് ഇട്ട് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കും, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. പക്ഷേ ഈ വീഡിയോ പറഞ്ഞതല്ലാത്ത ഡൗട്ട്സ് ആണെങ്കിൽ മാത്രമേ ഞാൻ റിപ്ലൈ തരത്തുള്ളൂ. ഈ വീഡിയോ പറഞ്ഞ ഇതിൻ്റെ വലിയ സംശയം കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. അത്
ജെന്യൂൻ ആണെന്ന് മാത്രമാണെങ്കിൽ മാത്രമേ ഞാൻ കമൻസും കാര്യങ്ങളും തരത്തുള്ളൂ, റിപ്ലൈ കാര്യങ്ങൾ തരത്തുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ റിപ്ലൈ തരത്തില്ല. കാരണം ഓൾറെഡി ഞാൻ കുറേ വട്ടം ഞാൻ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടതെന്നും. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തിൻ്റെ ഫയൽസും കാര്യങ്ങളും എങ്ങനെ കളഞ്ഞ് പുതിയ റീഫ്രഷ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ റീഫ്രഷ് ആവേണ്ടത് നമ്മുടെ ഗെയിം ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്യുക. റീഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പകുതി ബഗ്സും കാര്യങ്ങളും ഒഴിവായി കിട്ടും. അപ്പോൾ ചിലവന്മാരാണെങ്കിൽ ഈ ഗെയിം അൺഇൻസ്റ്റാൾ ചെയ്തതിനെല്ലാം കയ്യിൽ നിന്ന് പോകുമെന്ന് പേടിച്ചിട്ട് അവർ അൺഇൻസ്റ്റാൾ ചെയ്യാത്തവരുണ്ട്. അപ്പോൾ അത് ഓർത്ത് നിങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് അൺഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ചെയ്തതിന് ശേഷം റീഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഗെയിം കയറുമ്പോൾ പുതിയൊരു ഗെയിമായിട്ട് പോലെ റീഫ്രഷ് ആയിട്ട് പോലെ ഇരിക്കും. അപ്പം ഈ ബഗ്സും കാര്യങ്ങളും അതുപോലെ തന്നെ പെട്ടെന്ന് കിക്കൗട്ട് ആവുന്നതിനൊക്കെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഈ ഗെയിമിൻ്റെ അത് GTA 5 അത് കയറിയിട്ട് കുറേ പേര് ബാക്ക് ആവുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഗെയിം ഒന്ന് റീഇൻസ്റ്റാൾ ചെയ്യുക. എന്ന് വെച്ചാൽ അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് റീഇൻസ്റ്റാൾ ചെയ്യുക. കാരണം നിങ്ങൾ ഓൾറെഡി ഒത്തിരി മോഡ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടേക്കുന്നുണ്ട്. ചിലപ്പം അതിൻ്റെ ബഗ് ഇഷ്യൂ കാരണമായിരിക്കും ഇങ്ങനെ ബാക്ക് ആവാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. അപ്പോൾ റീഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങളെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. അതുപോലെ തന്നെ ബഗ്ഗി കാര്യങ്ങളൊക്കെ കിട്ടുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻസ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അപ്പോൾ എന്തായാലും ബാക്കിയുള്ളവരും കൂടെ അറിയിട്ടാൽ ബാക്കിയുള്ളവർക്ക് കിട്ടാത്തതിൻ്റെ പ്രശ്നം എന്താണ്, അവരുടെ ഫോണിൻ്റെ കുഴപ്പമാണത് നമ്മളിടുന്ന ലിങ്കിൻ്റെ കുഴപ്പമാണെന്ന് നോക്കാമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിയെന്ന് പറഞ്ഞ് കമൻറ്റ് കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളോ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ഐറ്റംസും കാര്യങ്ങളും വല്ല ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതുകൂടെ കമൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കുറേ പേര് കെൽറ്റോസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറയുന്നുണ്ടായിരുന്നു. നമ്മളെ ഡെവലപ്പറിനോട് സംസാരിച്ച് തന്നെ ഡെവലപ്പർ അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊന്നും ഇപ്പോഴും പറയത്തില്ല. നമുക്ക് അടുത്ത മാസം തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്ക് അതിൻ്റെ ഒരു അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലീക്സും കാര്യങ്ങളും തരത്തുള്ളൂ. എന്തായാലും നമ്മൾ പറയുന്നുണ്ട് ഓരോരോ അപ്ഡേറ്റ്സിലായിട്ട് ഇത് കൊണ്ടുവരാം അത് കൊണ്ടുവരാം നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഡെവലപ്പർ എന്തായാലും അത് സീൻ ചെയ്യുന്നുണ്ട്. പക്ഷേ റിപ്ലൈയും കാര്യങ്ങളൊന്നും തരുന്നില്ല. അപ്പോൾ റിപ്ലൈ തരുന്നതനുസരിച്ച് നമ്മൾ അതിൻ്റെ പ്രൂഫും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ കമൻറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. GTA 5 കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കയറി എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മൾ ബഗ്ഗിയുടെ കാര്യങ്ങൾ ഇട്ടേക്കാം. പോർഷയുടെ ലിങ്ക് പുതിയത് ഇട്ടേക്കാം. പഴയ ലിങ്ക് ഇപ്പോൾ കോപ്പിറൈറ്റ് ആയിട്ടുണ്ട്. പുതിയ ലിങ്കും കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അതുപോലെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാൻ എല്ലാവരും ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ അടുത്ത